ഒന്ന്, കാട്ടുപന്നികളെ മനുഷ്യന് ഭീഷണിയും കൃഷിക്ക് ഭീഷണിയുമായി നിൽക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ കേരളമാണ് മുൻകൈയെടുത്ത് അതിനുള്ള ഉത്തരവ് നേടിയെടുത്തത്. നേരത്തെ അതില്ല. അതിന്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് അമരമ്പലം പഞ്ചായത്ത്, നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്ത് 25 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. 25 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത് അമരമ്പലം പഞ്ചായത്താണ്. എന്തുകൊണ്ടാണ്? വഴിക്കടവ് പഞ്ചായത്തിന് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതിയുണ്ട്, അതിനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്ത് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് അമരമ്പലം പഞ്ചായത്ത് 25 കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അതിന് നേതൃത്വം നൽകുകയും അത് ചെയ്യുകയും ചെയ്തത്? യുഡിഎഫിന്റെ പഞ്ചായത്ത് ഒരാൾ പറയുമ്പോ നിങ്ങൾ സാമാന്യ മര്യാദ കാണിക്ക്. രണ്ടാമത്, ഇവിടെ കടുവ കാട്ടുപന്നി വെടിവെച്ച് കൊല്ലാൻ BJP ഗവൺമെന്റ് അനുമതി നൽകുന്നുണ്ടോ? BJPയുടെ അംഗം പറയേ, നിങ്ങൾ കേരളത്തിന് കൊടുത്ത സംഖ്യ പറയേ. ഇവിടെ കിടങ്ങ് നിർമ്മിക്കാൻ 2024-25 എത്ര സംഖ്യ യൂണിയൻ ഗവൺമെന്റ് കൊടുത്തു കേരളത്തിന്? എത്ര സംഖ്യ ലാപ്സാക്കി കണക്ക് പറയാൻ പറ്റുമോ? ഇവിടെ റോഡിനുള്ള സംഖ്യ കേന്ദ്ര വീതം വെട്ടിക്കുറയ്ക്കാം, ഉച്ചക്കഞ്ഞിക്കുള്ള സംഖ്യ വെട്ടിക്കുറയ്ക്കാം, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം എല്ലാ മേഖലയിലും വെട്ടിക്കുറയ്ക്കാം. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ വന്യജീവി ആക്രമണം വരുമ്പോ 72 നിയമത്തിൽ ഭേദഗതി വരുത്താതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിക്കുക.